അപ്പോൾ റൈഫിൾ ക്ലബ്ബ് കുഴപ്പമൊന്നുമില്ല, നല്ല സിനിമയാണ്. നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കഥയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഉള്ളി തൊലിച്ച പോലത്തെ ഒരു കഥ. അതായത് പൊളിച്ച് അകത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു വകയില്ല. പക്ഷേ ഒരു ചെറിയ ത്രെഡാണെങ്കിലും ചെറിയൊരു സ്റ്റോറി ആണെന്ന് പറഞ്ഞാലും മേക്കിംഗ് കൊണ്ട് നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമ. ആ സിനിമയുടെ പേര് പറഞ്ഞ പോലെ റൈഫിൾ, മൊത്തം വെടിവെപ്പ ടിഷ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ യാതൊരു പരിപാടിയില്ല. അതായത് ഈ വെടിയും പുക നടക്കണമെങ്കിൽ അതൊരു കാരണം വേണമല്ലോ. ആ കാരണം ആദ്യം അങ്ങോട്ട് ഉണ്ടാക്കുന്നു, അതിനുശേഷം ഇൻ്റർവെല് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് മൊത്തം വെടിയും പുക. 90 കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു കഥയാണ്. അതിനകത്ത് ഈ നമ്മുടെ കുറേ പഴയ വാഹനങ്ങൾ, ടാറ്റ സൈറ, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു മലയോര പ്രദേശത്ത് ഉള്ള ആണ് ഈ കഥയുടെ പശ്ചാത്തലം. ഈ മലയോര പ്രദേശം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രകൃതിപ്പടമൊന്നും കണക്ക് കൂട്ടണ്ട. പ്രത്യേകിച്ച് ആഷിക അബുവും കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങനെ ചിന്തിക്കും. അങ്ങനെയൊന്നുമില്ല. ഇത് ഈ പടം ഒരു അമൽ നീരദ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫഹദിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഏതായിരുന്നു? വരത്തൻ. അത് നോക്കാൻ വേണ്ടി പോയതാണ്, ഗൂഗിളിൽ തപ്പാൻ വേണ്ടി പോയതാണ്. വരത്തനല്ലേ? ആ പടത്തിൻ്റെ അവസാനം കുറേ വെടിവെപ്പൊക്കെ ഇല്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് ഈ പടത്തിനകത്ത് ഒരു ഇൻ്റർവ്യൂല് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകയാണ്. നല്ല സൂപ്പർ, നല്ല രസമാണ് കണ്ടിരിക്കാൻ. അതായത് നമുക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ അത് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക ഒരു ഇത് തോന്നുമല്ലോ. എന്നെ പറയുന്നതിന് ഗൂംസ് ബഗോ ഏതാണ്ട് ഈ പറയുമല്ലോ അതിനൊരു വാക്ക്, രോമാഞ്ചം തോന്നുമല്ലോ. ആ സംഭവം നമുക്ക് തോന്നും. പിന്നെ അല്ലറ ചില്ലറ കുറേ ഡബിൾ മീനിങ് കോമഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഫാമിലിയായിട്ട് കയറിയ കുഴപ്പമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അത്രയ്ക്ക് അങ്ങോട്ട് തരം താഴ്ന്നിട്ടൊന്നുമില്ല. കൊള്ളാം. ഈ പടത്തിൽ അനുരാഗ് കശ്യപ് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ പോന്ന കിടിലം. പുള്ളി തന്നെ ഡബ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ പുള്ളിയുണ്ട്, ഹനുമാൻ കൈൻറ്റ്. വേര് എ മിനിറ്റ് 10,000 rupees എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ടൊക്കെ പാടി ഹിറ്റാക്കിയ പുള്ളിക്കാരുണ്ട്. പുള്ളി തകർത്ത്. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഇങ്ങനെ ചെരിഞ്ഞ് ഒക്കെ ഒരു പക്ഷേ യോയോ ആയിട്ടാണല്ലോ നടക്കുന്നതൊക്കെ. പുള്ളിക്ക് പറ്റിയ ക്യാരക്ടറാണ്. പുള്ളി നല്ല പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടർ കഴിഞ്ഞ് ഇനി അടുത്ത ക്യാരക്ടർ വേറെ ടൈപ്പ് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ പുള്ളിക്ക് പറ്റിയത്, അതായത് പുള്ളിക്ക് കൃത്യ റോളാണ്. പുള്ളിയുടെ ജീവിതമായിട്ട് ചേരുന്ന ഒരു മാനരസവും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ എന്തെങ്കിലും ഒരു കഥ തോന്നിയെങ്കിൽ ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കാം. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചില സിനിമകൾ കാണുമ്പം നമ്മൾ ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ആവുമല്ലോ. നായകനാകാം, നായികയാകാം. അപ്പോൾ ഇനി അവർക്ക് എന്താ സംഭവിക്കുന്നത്, അവർ രക്ഷപ്പെടുമോ എന്നൊക്കെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരിക്കാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സ്ക്രിപ്റ്റ് പരമായിട്ട് നമ്മളെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അയാളങ്ങ് പോയി, അടുത്ത ആൾ വന്നു, അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അയാൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ വെടിയും പുക അങ്ങോട്ട് നടക്കുമ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാവും, ചിലരെ കൊല്ലും. അത് കണ്ടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും തോന്നത്തൊന്നുമില്ല. പിന്നെ കൊള്ളാം. അതായത് ഈ എന്നാ പറയുന്നത്, ഇതിൻ്റെ ഈ മേക്കിംഗ് സ്റ്റൈലും ആ ക്യാമറ വർക്കും അതിൻ്റെ അകത്ത് കളർ ഗ്രേഡിങ്ങും പിന്നെ ഈ BGM ഈ സംഭവങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും ഫീലിംഗ്. പിന്നെ ആ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു നഷ്ടബോധം തോന്നുമല്ലോ. നമുക്ക് കൊള്ളാം, നമ്മൾ കൊടുത്ത കാശിന് മുതലാണ്, അയ്യോ നഷ്ടമായിപ്പോൾ, ഈ സിനിമയ്ക്ക് വരണ്ടായിരുന്നു, അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞ് സിനിമ കണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇതിനകത്ത് അതായത് നമുക്ക് പിന്നീട് ആലോചിക്കാനായിട്ടോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പും കാര്യങ്ങളും അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഈ വരത്തൻ എന്ന് പറയുന്ന സിനിമയുടെ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ആ ഇൻ്റർവെല്ലിന് ശേഷം അത് മാത്രമാണെന്ന് ഇങ്ങനെ വിചാരിച്ചു. അത്രേ ഉള്ളൂ സംഭവം. ഞാനീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അയ്യോ ഈ സിനിമ കൊള്ളത്തില്ല, പോവേ വേണ്ട എന്നൊന്നും വിചാരിക്കണ്ട. ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കുറേ ആക്ഷൻ മാത്രം കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ, എങ്കിൽ ധൈര്യമായിട്ട് പോക്കോ. അതേസമയം നിങ്ങളെ പിടിച്ചിരുന്ന പോലെ സസ്പെൻസ്, ത്രില്ലിങ്, അല്ലെങ്കിൽ എന്നാ പറയുക നല്ല സ്റ്റോറി ലൈന് ഇങ്ങനെയൊക്കെ വിചാരിച്ചൊക്കെ ആണെങ്കിൽ വലിയ പാടാണ്. ചുമ്മാ ജസ്റ്റ് കാണുക, വീട്ടിൽ പോവുക, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ഉള്ളിൽ ഇരിക്കത്തില്ല ഈ കഥ, അത്രേ ഉള്ളൂ.